Hi, welcome to next class of our inverse hyperbolic functions. So, in the last class, in the last portion, we have studied how can we derive this inverse cosine function. How can we derive this inverse cosine function? So, how can we derive that? That is y is equal to, consider y is equal to cos x, and we know that this is, take y dash is equal to sin x. Okay, sin x is എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുക? sin x is greater than 0. sin x ന്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? sin x ന്റെ ഗ്രാഫ് sin x ഹൈപ്പർബോളിക് സൈനിന്റെ ഗ്രാഫ് ഇതാണ്. ഓക്കെ, ഇത് എപ്പോഴും മാത്രമാണ് പോസിറ്റീവ് ആവുക? 0 ടു ഇൻഫിനിറ്റി വരെ ആകുമ്പോഴാണ് ആ സെഷൻ മാത്രം എടുക്കുക. 0 ടു ഇൻഫിനിറ്റി ആണ് ഇതിന്റെ പോസിറ്റീവ് പോർഷൻ. പിന്നെ 0 ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി നെഗറ്റീവ് പോർഷൻ ആണ്. അപ്പൊ 0 ടു ഇൻഫിനിറ്റിയിൽ അത് കോഷ്യന്റ് കണ്ടില്ലേ, 1 കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് ആണ്. ഏത് വാല്യൂ എക്സ് എടുത്തു കഴിഞ്ഞാലും ഇത് പോസിറ്റീവ് ആണ്. ഇനി ഇവിടെ നെഗറ്റീവ് എക്സിന് ഇവിടെ നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് എക്സിന് മാത്രം പോസിറ്റീവ് വാല്യൂ. സോ ഇവിടെ ഹൈപ്പർബോളിക് സൈൻ വരുന്നത് എന്ത് ഫംഗ്ഷനാണ്? ഹൈപ്പർബോളിക് സൈൻ ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ റേഞ്ച് എന്ത് തന്നെയാണ്? റേഞ്ച് ദാറ്റ്സ് ഈക്വൽ ടു 0 കൊടുക്കുന്നതാണെങ്കിൽ y is equal to e raised to x plus e raised to minus x by 2 ആണ് കോഷ്. ദാറ്റ് ഇസ് 1 ആണ് when x is equal to 0 വരും. റൈറ്റ്? സോ y equal to cos x ന്റെ വാല്യൂ എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് 1 to infinity ആണ്. 1 to infinity ആണ് അതിന്റെ സോറി 0 ടു ഇൻഫിനിറ്റി ആണ് അതിന്റെ. അത് ഇൻക്രീസിങ് 0 ടു ഇൻഫിനിറ്റി, കാരണം ഹൈപ്പർബോളിക് സൈൻ ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി കോഷ് എപ്പോഴാണ് അതിന്റെ റേഞ്ച് എന്താ നമ്മൾക്ക് അറിയാം. കോഷിന്റെ ഗ്രാഫ് ഈ രീതിയിലാണ്. നമ്മുടെ കോഷിന്റെ ഗ്രാഫ് 1 തൊട്ടാണ് വരിക. നോർമലി ഉള്ള ഹൈപ്പർബോള പോലെ, പരാബോള പോലെയല്ല. ഇങ്ങനെയാണ് നമ്മൾ hyperbolic cosine വരിക. Right? So this is 1 to infinity ആണ് അതിന്റെ റേഞ്ച് വരിക. So cos inverse x define ചെയ്യാൻ പറ്റും. That will be increasing and defined on 1 close to 1 infinity. Okay, ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതുവരെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഗ്രാഫ് നമ്മൾ നെക്സ്റ്റ് is hyperbolic tan. This is the hyperbolic tan and this is inverse hyperbolic tan. Prove that inverse hyperbolic tan is equal to 1 by 2 into natural log of 1 plus x divided by 1 minus x. Okay, and the range varies from -1 to 1. First of all, we have to substitute. This is y is equal to tan hyperbolic tan inverse x. Inverse hyperbolic tan of x. Okay, അതാണ്. അപ്പോൾ tan h inverse എന്ന് നമ്മൾ നോർമലി നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി സിഞ്ചും കോഷൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ tan hന് ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഇനി tan h inverse x, that is x is equal to hyperbolic tan y, that is sinh y divided by cos y, that's equal to e raised to y minus e raised to minus y divided by 2 ഉണ്ട്. രണ്ടിലും 2 ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ ചെയ്യുന്നത് e raised to y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഒരുമിച്ചെടുത്തു. എന്നിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇവിടെ വരിക. അല്ല, e raised to 2y is equal to ഇവിടെ
മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 വന്നു. മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ് മൈനസ് 1 അല്ലേ, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു 2y ആണ്. അപ്പോൾ ഇ റേസ് ടു 2y ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വന്നു. കാരണം ആ നെഗറ്റീവ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്തു. So 2y is equal to natural log 1 plus x by 1 minus x. Y is equal to 1 by 2 into natural log of 1 plus x divided by 1 minus x. Okay. Show directly that the antiderivative of 1 by 1 minus x square for mod x less than 1 is 1 by 2 into natural log of 1 plus x by 1 minus x plus c. 1 by 1 minus x square is equal to 1 by 2 into 1 by 1 minus x plus 1 by 1 plus x. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. The 1 by 1 minus x square is equal to 1 by 2 into ഈ രീതിയിൽ എഴുതി. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റഗ്രൽ ആണ്. റൈറ്റ്, സോ ദാറ്റ് ഇസ് 1 by 2 ഇൻറ്റു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് നാച്ചുറൽ ലോഗ് 1 മൈനസ് എക്സ്, ഇത് പ്ലസ് 1 by 2 ഇൻറ്റു 1 by 2 എവിടെയുണ്ട്, നാച്ചുറൽ ലോഗ് 1 പ്ലസ് എക്സ് വന്നു. അതിന് മൈനസ് ഉള്ളത് കൊണ്ട് 1 by 2 into natural log of 1 plus x by mod 1 plus x by 1 minus x for mod x not equal to 1. Right? Mod x less than 1, 1 plus x by 1 minus x is greater than 0. So the absolute value sign can be removed. And the remaining inverse function is here. That is hyperbolic inverse hyperbolic sec x inverse hyperbolic cosec idana inverse hyperbolic cot idana. Right, so these are the inverse hyperbolic functions and the properties. What are the properties? First of all, sinh inverse x is equal to, that's equal to natural log of x plus square root of x square plus 1. Right, and cos inverse x is equal to natural log of x plus square root of x square minus 1. Then hyperbolic tan is equal to, that's equal to 1 by 2 into natural log of 1 plus x by 1 minus x. Right, any inverse hyperbolic cot ആണെങ്കിൽ 1 by 2 into natural log x plus 1 by x minus 1 വരും. Inverse hyperbolic sec is natural log of 1 plus square root of 1 minus x square divided by x. Next is, this one is inverse hyperbolic cosec is equal to 2 types of derivation, ഒന്ന് പോസിറ്റീവിലും ഒന്ന് നെഗറ്റീവിലും. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ഇതാണ്. sinh inverse x ന്റെ ഡെറിവേറ്റീവ് 1 by square root of x square plus 1. cos inverse x ന്റെ 1 by square root of x square minus 1. hyperbolic inverse hyperbolic tan x is equal to 1 by 1 minus x square ആണ് for mod x less than 1. ഇനി അതേപോലെ തന്നെ inverse hyperbolic cot x ന്റെ ഡെറിവേറ്റീവ് 1 by 1 minus x square സെയിം ആണ്. That is valid for mod x greater than 1. And here inverse hyperbolic sec is equal to minus 1 divided by the derivative minus 1 divided by x by square root of x square 1 minus x square for 0 to 1. ഇതേപോലെ തന്നെ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് കൊസീക്കിൻ്റെ ഇതേപോലെ തന്നെ വരിക. ഇന്റഗ്രൽ ഇവിടെ റിസൾട്ട് ഉണ്ട്, കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക. ഇതിന്റെ മുകളിലാണ് പ്രോബ്ലംസ് ഉണ്ടാവുക. ഇതാണ് പ്രോബ്ലം. ഇന്റഗ്രൽ dx divided by square root of 3x square minus 1.
this equal to integral dx divided by, this is actually square root of root 3x whole square അല്ലേ 3x square minus 1. അപ്പം ഇതിൻ്റെ സ്ഥാനത്ത് u അല്ലേ u square 1 by u square root of u square minus 1 ഏതിൻ്റെ ഇന്റഗ്രൽ ആണെന്ന് നോക്കുക. സോറി, ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് നോക്കുക. ഇതാ കോഷ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ആണിത്. പിന്നെ ഒരു റൂട്ട് 3x ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് u ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു എക്സ്. അപ്പൊ ഡി യു ബൈ ഡി എക്സ് എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 3 വന്നു. അപ്പൊ എന്താണ് ഇന്റഗ്രൽ വരിക? ദാറ്റ്സ് ഈക്വൽ ടു ഡി യു ഈക്വൽ ടു റൂട്ട് 3 ഡി എക്സിനെയാണ് അങ്ങനെ മാറ്റി എഴുതേണ്ടത്. അതായത് ഡി യു ബൈ റൂട്ട് 3 വരും അല്ലേ. അപ്പൊ ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1 ബൈ റൂട്ട് 3 ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ മൈനസ് 1. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 3. കണ്ടോ? 1 by root 3 cos inverse u. u square integral u square 1 by u square minus 1 ഏതിൻ്റെതാ? cos inverse u ആണ്. u plus c cos u നെ റീപ്ലേസ് ചെയ്യുക root 3 into x plus c. ഓക്കെ, അതേപോലെ തന്നെ ഇതും സ്ക്വയർ റൂട്ട് ഓഫ് എന്തായിട്ട് എഴുതുക? എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. 4 ഔട്ട് സൈഡിൽ എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ വന്നു. ഓക്കെ, അത് ഏതിൻ്റെതാണ്? ഇപ്പം എക്സ് ബൈ 2ന് എന്ത് കൊടുക്കുക? യു കൊടുക്കുക. അപ്പം ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഡി യു വന്നു. അപ്പം എന്ത് വരും ചെയ്യാനുള്ളത്? ഇവിടെ ഓൾറെഡി ഒരു 4 ഔട്ട് സൈഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ആയി മാറും അല്ലേ. 2 1 by 2 ഇൻറ്റു ഇവിടെ ഒരു 2 വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ വന്നു. അപ്പം ഇന്റഗ്രൽ ഡി യു ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ ആയി. ദാറ്റ്സ് ഈക്വൽ ടു സിഞ്ച് ഇൻവേഴ്സ് യു പ്ലസ് സി. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ബൈ 2 ആണ്. നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസിലെല്ലാം ഇതാ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ചെയ്യുക. PDF എക്സസൈസ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് ഒന്ന് ചെയ്യാം. ഇനി ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ആർക്ക് ലെങ്ത് ആൻഡ് സർഫസ് ഏരിയ. ഓക്കെ, താങ്ക് യു.